അസ്സലാമലൈക്കും. ഹായ് ഹലോ. ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ലാണ്ട് അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ നേരം വെളുത്തു. കുറേ ദിവസമായി ഞാൻ ജിമ്മിലൊക്കെ പോയിട്ട് കേട്ടോ. ഇപ്പോൾ പോവാറില്ല. ഹെൽത്ത് ഒന്ന് ഓക്കെ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പം അധികം അങ്ങോട്ട് പോവാത്തത് കേട്ടോ. ഒക്കെ ഒന്ന് സെറ്റായിട്ട് നമുക്ക് പോവാം അല്ലേ. അപ്പോൾ പാലൊക്കെ വന്നിട്ടുണ്ട്. ഇനി ചായ വയ്ക്കാനുള്ള പുറപ്പാടാണ് കേട്ടോ. പാലൊക്കെ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയുക. എന്താണ്, എങ്ങനെയാണ് പോകുന്നത്, ലൈഫൊക്കെ അടിപൊളിയായിട്ട് പോകുന്നുണ്ടോ? നമ്മുടെ ഡെയിലി വ്ലോഗ് ഇട്ടിട്ട് കുറച്ച് ദിവസമായി. ലാസ്റ്റ് വ്ലോഗ് ഇട്ടത് ഞാൻ കോയമ്പത്തൂർ പോകുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് ഇട്ടിട്ടുണ്ടായിരുന്നത് അല്ലേ, ഞാനിക്കും കൂടെ. അപ്പോൾ എന്തായാലും നമ്മൾ ഫോണൊക്കെ റെഡിയാക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് എക്സ്പെൻസ് ഒന്നും ആയിട്ടില്ല കേട്ടോ ഫോണിൻ്റെ പേരിൽ. അപ്പോൾ എന്നോട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു കുട്ടി, എവിടുന്ന് വാങ്ങിച്ച ഫോണും ഇങ്ങനെ കൊണ്ടുപോയി നേരാക്കി തരുമോയെന്ന്. അവരുടെ ബില്ലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നേരാക്കി തരും. ഒറിജിനൽ ആയിരിക്കണം. അതിൻ്റെ ഡിസ്പ്ലേ ഒന്നും നിങ്ങൾ വേറെ മാറ്റിയതാണെങ്കിൽ അവർ ക്യാഷ് ഇല്ലാണ്ട് നേരാക്കി തരില്ല. പിന്നെ ബാക്കിലുള്ള ഫോണിൻ്റെ കവർ ഉണ്ടാവില്ലേ, ബാക്ക് സൈഡ് ഉണ്ടാവില്ലേ, അത് പൊട്ടിയിട്ട് അത് മാറ്റിയിട്ടുണ്ടെങ്കിൽ അവർ പേയ്മെൻറ്റ് മേടിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഫസ്റ്റ് ടൈം ഞാൻ ഇതുപോലെ മാറ്റാൻ വേണ്ടി പോയപ്പോൾ എൻ്റെ ഫോണ് താഴെ വീണിട്ട് അതിൻ്റെ ചില്ലൊക്കെ പൊട്ടിയിട്ട് ഞാൻ മൈജിന്നത് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് അവർ കണ്ടതും ഇത് ഡ്യൂപ്ലിക്കേറ്റ് അല്ലേ എന്നാണ് എന്നോട് ഫസ്റ്റ് ചോദിച്ചത് കേട്ടോ. അങ്ങനെ അന്ന് എന്തോ എനിക്ക് ചെറിയൊരു പേയ്മെൻറ്റ്, അതായത് ഒരു സർവീസ് ചാർജ് എന്നുള്ള രീതിയിൽ 1500 രൂപ അങ്ങനെ എന്തോ ആണ് മേടിച്ചത്. ബാക്കി എല്ലാവരും ഫ്രീ ആയി ചെയ്തു തന്നു. പിന്നെ സെക്കൻഡ് ടൈം പോയപ്പം ഒന്നും അവർ മേടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ വ്ളോഗ് ഇതാ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചായ എല്ലാം കുടിച്ച ശേഷം ഞാൻ ക്ലീനിങ്ങിന് നിന്നിരിക്കുകയാണ്. ഇത് 2 ദിവസം മുന്നേ എടുത്ത വ്ളോഗാണ്. 2 ദിവസമല്ല, ഒരു 3-4 ദിവസം മുന്നേ എടുത്ത വ്ളോഗാണ്. എനിക്ക് വയ്യാണ്ടായപ്പം ഈ പറഞ്ഞ പോലെ എനിക്ക് വോയിസ് ഓവറൊന്നും കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴും എൻ്റെ വോയിസ് ശരിയായിട്ടില്ല. എനിക്ക് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചുമ ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. ഞാൻ ഡോക്ടറിനെ കാണിച്ച് മരുന്ന് തന്നിട്ടുണ്ട്. ഇനി മരുന്ന് കഴിച്ചിട്ട് നോക്കട്ടെ. ഇത്രയും ദിവസം ഞാൻ ഡോക്ടറിനെ ഒന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ചുമച്ച് തൊണ്ടയൊക്കെ പൊട്ടിയപ്പോൾ ഇനി നിന്നാൽ ശരിയാവില്ല എന്ന് എനിക്ക് തന്നെ തോന്നിയപ്പോഴാണ് കേട്ടോ. എനിക്ക് പൊതുവേ ഡോക്ടറിനെ കാണാൻ പോകാൻ ഭയങ്കര മടിയാണ്. ഫസ്റ്റത്തെ കാര്യം ആ മരുന്ന് കഴിക്കണ്ടേ എന്ന് ആലോചിച്ചിട്ടുള്ള മടിയാണ് കേട്ടോ. അങ്ങനെ ബെഡൊക്കെ ഒന്ന് നീറ്റാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം അല്ലേ. എല്ലാവരും അടിച്ചു വാരി ക്ലീൻ ചെയ്ത ശേഷം ഇന്ന് കുക്കിങ്ങിലോട്ട് കിടക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പെട്ടെന്ന് റൂം സ്പ്രേ കണ്ടപ്പോൾ ഒന്ന് അടിക്കാൻ തോന്നി. പൊതുവേ എനിക്ക് റൂം സ്പ്രേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അടിക്കണത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിൻ്റെ സ്മെല്ല് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇതാ വേഗം നമ്മൾ അടിച്ചു വാരി എടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നിങ്ങളുടെയൊക്കെ വിശേഷങ്ങൾ പറയുണ്ടായിരുന്നു. വീഡിയോ സൂപ്പർ. മക്കൾ എവിടെ ചോദിച്ചിട്ടുണ്ട്. മക്കൾ അന്ന് സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല കേട്ടോ. എനിക്ക് മാത്രമേ പോയത്. ഡ്രസ്സ് സൂപ്പർ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു. താങ്ക് യു സോ മച്ച്. നമ്മുടെ കഹാനിയിലെ ഡ്രസ്സ് തന്നെയാണ് കേട്ടോ. അതിൻ്റെ കളർ ചേഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെന്താ, നിങ്ങളെ ഇക്ക ഭയങ്കര ലുക്കാണല്ലോ എന്ന്. രണ്ടാളും സൂപ്പർ ആണെന്ന്. ഇനിയിപ്പോൾ എനിക്ക് വിഷമാവണ്ട എന്ന് വിചാരിച്ചിട്ടാണോ ഈ രണ്ടാളും സൂപ്പർ എന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ വേഗം ഇതാ അടിച്ചു വാരി എടുക്കണം. അയൻകുട്ടി റെഡി ആയിട്ട് അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ജിനി പ്രോസോൺ മാളിൽ എന്നാണ് വന്നത്, ഞാനും വന്നിരുന്നു എന്നുള്ള രീതിയിലൊരു കമൻറ്റ് ഉണ്ടായിരുന്നു. ഞാൻ പോയത് തിങ്കളാഴ്ചയാണ്, കുട്ടികൾ സ്കൂളിലൊക്കെ പോയ ശേഷം. പിന്നെ ലൗക്കർ കമ്പനി ഉണ്ടല്ലോ, അവിടെ ജിനി ഇലക്ട്രിക് കമ്പനി ഉണ്ട്. അതെന്തുവാ എനിക്ക് മനസ്സിലായില്ല എന്താ ഉദ്ദേശിച്ചതെന്ന്. എവിടെ നിന്ന് വാങ്ങിയാലും ശരിയാക്കി തരുമോ ചോദിച്ചിട്ടുണ്ട്. അതും എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആയിരിക്കും. പിന്നെ കറക്റ്റായിട്ട് അവരോട് തന്നെ ചോദിക്കണം. ഡയറ്റ് നിർത്തിയോ ചോദിക്കുന്നുണ്ട്. ഡയറ്റ് ഭയങ്കരമായിട്ടൊന്നും ഫോളോ ചെയ്യുന്നില്ല, എന്നെ കൊണ്ട് അധികം പറ്റുന്നില്ല. പിന്നെ വയ്യാണ്ടായപ്പോൾ വീട്ടിൽ ദേഷ്യപ്പെടാനൊക്കെ തുടങ്ങി. അപ്പോൾ ചെറുതായിട്ട് ഫുഡ് കഴിക്കാൻ തുടങ്ങി. പിന്നെ നോക്കട്ടെ. പിന്നെ ഇന്ന് വീഡിയോ എൻജോയ് എന്ന് പറഞ്ഞു. ഓക്കെ, താങ്ക് യു സോ മച്ച്. അങ്ങനെ കുറേ കമൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ആ ഒരു ഇത് കഴിഞ്ഞേക്കുവാണ്. അപ്പം ഞാൻ ഇന്ന് കുട്ടികൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഒരു സാൻഡ്വിച്ചാണ് കേട്ടോ. വലിയുള്ളിയിലോട്ട് നമ്മൾ കറിവേപ്പിലയും പച്ചമുളകും തക്കാളിയും 3 എഗ്ഗും കൂടെ ഇട്ടിട്ട് ഉപ്പിട്ടിട്ട് ഇത് ചിക്കൻ മസാലയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ബട്ടർ ഇട്ടിട്ട് ഒരു
ഓംലേറ്റ് ആക്കിയിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. ബട്ടർ ഇട്ട് കൊടുക്കുക, അതൊന്ന് മെൽറ്റ് ആവട്ടെ, എന്നിട്ട് ഓംലേറ്റ് ആക്കിയിട്ട് നമുക്കിതൊന്ന് ചുട്ടെടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് സാൻഡ്വിച്ച് ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് കഴിക്കാം. ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ഓംലേറ്റിന്, മസാലകളൊക്കെ ഇട്ടതുകൊണ്ട്. പിന്നെ ഹൈജിനി, ഇത്രയും കറികൾ ഒരു ദിവസം വേണോ, കറികളുടെ ക്വാണ്ടിറ്റി കുറേ ഉണ്ടല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. ഏത് കറിയായിരുന്നു? കറി ചിലപ്പോൾ ഞാൻ കറി വെക്കുമ്പോൾ 2 ദിവസത്തിനും കൂടി ഉള്ള കറിയായിരിക്കും കേട്ടോ, അതുകൊണ്ടായിരിക്കും. അല്ലെങ്കിൽ രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം അങ്ങനെ വെക്കുന്ന കറിയും ആയിരിക്കും കേട്ടോ. അല്ലാണ്ട് നമ്മൾ ഒത്തിരി അങ്ങ് കറി ഉണ്ടാക്കാറില്ല. പൊതുവേ നമ്മൾ ഇവിടെ കറി കുറച്ച് കൂടുതൽ വേണം. ഇതിന്റെ അടിഭാഗം ഇച്ചിരി ഒന്ന് മുരിഞ്ഞു പോയിട്ടുണ്ട്. നിങ്ങളെ ഭാഷയിൽ പറഞ്ഞാൽ ചിലർ പറയും കരിഞ്ഞു പോയി എന്ന് പറയും. കരിഞ്ഞിട്ട് അങ്ങനെ കരിഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഓംലേറ്റ് അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇച്ചിരി ബട്ടർ എടുത്തിട്ട് ബ്രെഡും കൂടെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അത്ര കറി വേണം കേട്ടോ. ഇവിടെ കറി കുറച്ച് കൂടുതലാണ് എടുക്കാറുള്ളത്, കുട്ടികളാണെങ്കിലും ഒക്കെ. സാമ്പാറ്, പരിപ്പിച്ചാറ്, ഇതൊക്കെ ഈ പരിപ്പിച്ചാറൊക്കെ രാവിലെ വെച്ചാണ്ടല്ലോ, അത് തീർന്ന വഴി അറിയില്ല. ദോശക്കാണെങ്കിലും ഇഡ്ഡലിക്കാണെങ്കിലും ഒക്കെ കൂട്ടുട്ടോ ഇവിടെ. പിന്നെ വലൈക്കും അസ്സലാം, എന്താണ് വർത്താനം, വീഡിയോ സൂപ്പർ എന്ന് പറയുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. ജിനിയുടെ വ്ലോഗ് കണ്ടിട്ട് കുറച്ച് ദിവസമായി. മറ്റൊന്നുമില്ല, എൻ്റെ ഉമ്മച്ചി ഞങ്ങളെ വിട്ടുപോയി. അതിനുശേഷം ഒന്നിനോടും ഒരു താല്പര്യമില്ല, മനസ്സാകെ മരവിച്ച പോലെയായിരുന്നു. ഇന്നും ആ വേർപാട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ജിനിയുടെ വ്ലോഗ് കാണുമ്പോൾ ഒരു പോസിറ്റീവ് വൈബാണ്. ഇപ്പോൾ ഉമ്മ പോയിട്ട് 1 വർഷം കഴിഞ്ഞു, അത് അതിൽ ഉൾപ്പെടുത്തണേ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ട്. ഇൻഷാല്ലാ, എന്താ പറയുക, എനിക്കിങ്ങനെ ഈ മരണം, അസുഖം ഇങ്ങനെയൊക്കെ പറഞ്ഞ് കമന്റ് ഇടുമ്പോഴേ എനിക്കതിന് നമ്മുടെ മനസ്സിൽ വല്ലാത്തൊരു ഇടങ്ങാറാണ്. എങ്ങനെ റിപ്ലൈ കൊടുക്കണം എന്നറിയാത്തൊരു അവസ്ഥയും കൂടിയാണ് കേട്ടോ. എന്തായാലും എൻ്റെ മനസ്സിലുണ്ടാകും, ദുആ ചെയ്യാം. അപ്പം എന്തായാലും നിങ്ങൾ സമാധാനമായിട്ടിരിക്കുക. പിന്നെ മല്ലി ഇടൂലെ ജിനി രസത്തിൽ ചോദിക്കുന്നുണ്ട്. മല്ലിയിലയാണോ? മല്ലിയില ഇടും, മല്ലിപ്പൊടി ഞാൻ ഇടാറില്ല കേട്ടോ. സൂപ്പർ നാടൻ, സൂപ്പർ എന്ന് പറയുന്നുണ്ട്. നാടൻ ഫുഡ് എന്നായിരിക്കും ഉദ്ദേശിച്ചേക്കുക അല്ലെ. അങ്ങനെ കുട്ടികളൊക്കെ അവർക്ക് കഴിക്കാനും ലഞ്ചൊക്കെ പാക്ക് ചെയ്ത ശേഷം നമുക്ക് കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതൊന്ന് കഴുകിയെടുക്കണം. ഇന്ന് റിഹാൻ സ്കൂളിലോട്ട് പോകുന്നില്ല കേട്ടോ, അയൻകുട്ടി മാത്രം പോകുന്നത്. ഞാൻ ഡെയിലി കാണാറുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. പിന്നെ ഫസ്റ്റ് എന്ന് പറയുന്നുണ്ട്, താങ്ക് യു. ഹായ് ജിനി, എപ്പോഴും വീഡിയോ കാണും ബട്ട് കമന്റ് ഇടാൻ പറ്റാറില്ല, ഫ്രം കൂർഗ് എന്ന് പറയുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. കമന്റ് ഇട്ടാൽ വലിയ ഉപകാരം കേട്ടോ. ഞാൻ നാട്ടിൽ വന്നാൽ വരും, പാലക്കാട് ഇൻഷാല്ലാ വരൂ. ഉമ്മയും ഉപ്പയും വീഡിയോയിൽ സംസാരിക്കുമോ പ്ലീസ്? അത് ചോദിച്ചാൽ ചിലപ്പോൾ അവർ സമ്മതിക്കാൻ ചാൻസ് കുറവാണ് കേട്ടോ. സംസാരിക്കാൻ എനിക്കറിയില്ല, ഞാൻ ജസ്റ്റ് ചോദിച്ചു നോക്കാം. വെളിച്ചെണ്ണയാണോ യൂസ് ചെയ്തത് എന്ന് ചോദിക്കുന്നുണ്ട്. ഏതിനായിരുന്നു വെളിച്ചെണ്ണയാണോ യൂസ് ചെയ്തത് എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇത് 2 ദിവസം മുന്നത്തെ വ്ളോഗ് ആയതുകൊണ്ട് എനിക്ക് എൻ്റെ ഫോണിൽ തന്നെ ഇരുന്ന് വ്ളോഗ് കാണാൻ പറ്റൂല കേട്ടോ, അതുകൊണ്ടാണ്. അങ്ങനെ ഞാൻ ഇന്നൊരു ഷെയ്ക്ക് അടിച്ചു കുടിക്കാന്ന് വിചാരിച്ചോട്ടെ. രാവിലെ നമ്മുടെ ഈ റോബസ്റ്റ ഒക്കെ ഇട്ടിട്ടുള്ള ഒരു ഷേക്ക്. ഇതിന്റെ റിസൾട്ട് കിട്ടിയാൽ മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുന്നിലോട്ട് കൊണ്ടുവരുള്ളൂ കേട്ടോ, ഇല്ലെങ്കിൽ ഞാൻ ഈ റെസിപ്പി കാണിക്കൂല. ഓക്കെ, അതായത് വെയിറ്റ് ലൂസ് എന്നൊന്നും പറയാൻ പറ്റില്ല, വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഷേക്ക്, അത്രേ ഉള്ളൂ. അപ്പൊ എന്തായാലും ഇപ്പൊ റെസിപ്പി ഫുള്ളായിട്ടൊന്നും കാണിക്കൂല കേട്ടോ. ഞാൻ ഷെയ്ക്കൊക്കെ അടിച്ചു. അയാൻകുട്ടിക്കും റിഹാനിക്കും വേണമെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ അവർക്കും കൊടുക്കാന്ന് വിചാരിച്ചു കേട്ടോ. പിള്ളേർക്കൊക്കെ കുടിക്കാൻ ഒരു പ്രശ്നമില്ല കേട്ടോ ഈ ഷെയ്ക്ക് കുടിക്കുന്നതിന്. പിന്നെ നമ്മുടെ ചപ്പാത്തി പൂരി മസാല കോംബോ, അതിലേക്ക് പിക്കിളൊക്കെ ആക്കിയിട്ട് ഈ കോംബോ ഇഷ്ടമാണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഒത്തിരി പേര് ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ ചപ്പാത്തിയിലും പിക്കിളും കേടും യൂസ് ചെയ്തിട്ട് കഴിക്കാൻ പറ്റൂട്ടോ, നല്ല ടേസ്റ്റ്. അത് നമ്മളും കഴിക്കാറുണ്ട് കേട്ടോ അത്. പിന്നെന്താണ്, നമുക്കൊരു കമന്റ് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു, ഫാഷൻ ഡിസൈനിങ് പഠിച്ചിട്ടുണ്ട്, നിങ്ങളുടെ കഹാനിയിൽ വല്ല വേക്കൻസി ഉണ്ടോ ചോദിച്ചിട്ട്. തീർച്ചയായിട്ടും ഉണ്ട്. നിങ്ങൾ നമ്മുടെ കഹാനിയുടെ പേജിലോട്ടൊന്ന് DM ചെയ്യുക കേട്ടോ, അല്ലെങ്കിൽ എൻ്റെ പേജിലോട്ട് DM ചെയ്താൽ മതി. ജീനീസ് കിച്ചൺ എന്നാണ് എൻ്റെ ഇൻസ്റ്റാ പേജ്, അതിലോട്ടൊന്ന് DM ചെയ്താൽ മതി കേട്ടോ. നമുക്ക് നോക്കാം ഇൻഷാല്ലാ. പിന്നെ സൂപ്പർ വീഡിയോ എന്ന് കുറേ പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ റിഹാൻക്കും അയാൻക്കും ഞാൻ ഷെയ്ക്ക് കൊടുത്തു.
അവർ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ സംഭവം. അതാണ് ഇങ്ങനെ തല ഇങ്ങനെ കുലുക്കുന്നത്. അങ്ങനെ ഷെയ്ക്കെല്ലാം കുടിച്ചിട്ട് ഇനി അവർ പോവുകയാണ്. അവർ പോയ ശേഷം എൻ്റെ ബാക്കിയുള്ള പണികളൊക്കെ നമുക്ക് നോക്കാം അല്ലേ. വേറെ എന്താണ് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ എന്നുള്ളത് നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. ബൈ. സിപ്പപ്പ് മേടിക്കാൻ നിൽക്കല്ലേ കേട്ടോ നീ. അവനിപ്പോൾ സിപ്പപ്പ് കൂടി കുറച്ച് കൂടുതൽ ആയിട്ടുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഒന്ന് ഉപദേശിച്ച് വിട്ടതാണ് സിപ്പപ്പ് മേടിക്കാൻ നിൽക്കരുത് എന്നും പറഞ്ഞിട്ട്. അപ്പോൾ പണ്ടൊക്കെ ഞാനൊക്കെ ഇഷ്ടത്തിന് കുടിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ ഈ സിപ്പപ്പ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഡെയിലി മേടിച്ച് കഴിക്കുമായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഉമ്മ പറയും, നിൻ്റെയൊക്കെ സ്വഭാവം തന്നെയാണ് എന്ന് പറയുകയും ചെയ്തിട്ട് എന്നോട്. അന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് വെറൈറ്റി ഒന്നും ഇല്ലല്ലോ നമ്മുടെയൊക്കെ മൈൻഡിൽ. അതൊക്കെ ഭയങ്കര അടിപൊളി എന്നുള്ളതല്ലേ. ഇപ്പൊ സിപ്പപ്പിൽ തന്നെ ഒത്തിരി നല്ല സിപ്പപ്പും ഉണ്ട്. ലോക്കലൊക്കെ മേടിക്കാണ്ടിരുന്നാൽ മതി. നല്ലത് ഞാൻ എപ്പോഴും മേടിച്ച് കഴിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ അവർ പോയി ഞാൻ ആ മിക്സി കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ട് പാത്രങ്ങൾ കഴിയതൊക്കെ ഒന്ന് മാറ്റിയെടുക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് എടുക്കണം. ഇവിടെ നമ്മുടെ സ്ഥിരം തക്കാളി ചട്നി അരയ്ക്കണം. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞാൻ ഇഡ്ഡലിയാണ് ഉണ്ടാക്കുന്നത്. ഞാനിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല. അപ്പോൾ ഉമ്മാക്കും റിഹാനിക്കും വാപ്പാക്കും മാത്രം ഉണ്ടാക്കിയാൽ മതി കേട്ടോ. ഞാൻ പിന്നെ ഷേക്ക് നേരത്തെ കുടിക്കും. അങ്ങനെ ആകുമ്പോൾ എന്താ ഒരു ഗുണം പറഞ്ഞാൽ ഇവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പം എനിക്ക് ആ ഒരു ക്രേവിങ്സ് വരൂല കേട്ടോ. എൻ്റെ വിശപ്പ് അവിടെ തീർന്നല്ലോ. അല്ല ഇവർക്ക് ഫസ്റ്റ് കൊടുത്തിട്ട് ഞാൻ ഷേക്ക് കുടിക്കാൻ നിൽക്കാന്ന് വിചാരിച്ചാൽ ഞാൻ വിചാരിക്കും ഇനിയിപ്പോൾ ഷേക്ക് ഉണ്ടാക്കണ്ടല്ലോ, ഇതിൻ്റെ കൂടെ തന്നെ 2-3 ഇഡലിയും കൂടി ഉണ്ടാക്കിയ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണി കഴിഞ്ഞല്ലോ എന്ന് ഞാൻ വിചാരിക്കും കേട്ടോ. അങ്ങനെയുള്ളവർ കമൻറ്റ് ചെയ്യാം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ കഴിക്കുന്നത്. ഇവർ പോയ ഉടനെ ഞാൻ ഷേക്ക് അടിച്ച് കുടിക്കൂട്ടോ, ഇല്ലെങ്കിൽ എനിക്ക് ഒരു മടി വരും കേട്ടോ. അങ്ങനെ നമ്മൾ ചട്ടിയൊക്കെ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം ഒഴിച്ച് അവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ ഇഡ്ഡലി വേവിക്കുമ്പോൾ 10 മിനിറ്റ് ആണ് കേട്ടോ. 7 to 10 മിനിറ്റ് ആണ് സമയം എടുക്കാറുള്ളത്. നമ്മുടെ കാസ്റ്റ് അയണിനെ കുറിച്ച് ഒരുപാട് പേര് ഇപ്പോഴും കമന്റ് വഴി ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് ഇത് ഇങ്ങനെ കാസ്റ്റ് അയൺ എന്താ പറയാ മയക്കി വെക്കാറ് എന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അതായത് നമ്മൾ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ ശേഷം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഫുള്ള് തുടച്ചിട്ട് കംപ്ലീറ്റ് എണ്ണ അപ്ലൈ ചെയ്തിട്ട് അവിടെ വെച്ചാൽ മതി. തുരുമ്പൊന്നും വരൂല. അതേപോലെ കുക്ക് ചെയ്യണതിന് മുമ്പ് ഞാൻ ഇതുപോലെ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് തുടച്ചിട്ട് എണ്ണ ഫുൾ അപ്ലൈ ചെയ്ത് വെക്കും. എന്നിട്ടാണ് ഞാൻ കുക്കിംഗ് തുടങ്ങുകയും ചെയ്യുള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ ഇവിടെ ഇഡ്ഡലിക്ക് ആവി കയറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ചമ്മന്തി ഒരു ഭാഗത്ത് റെഡിയാക്കി എടുക്കുന്നുണ്ട്. കാശ്മീരി ചില്ലി പൗഡറും ഉപ്പും അല്ലാത്ത മുളക് പൊടിയും കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പുണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്തതാണ് കേട്ടോ. അപ്പം അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്ത ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് അരച്ചെടുക്കണം കേട്ടോ. ഒന്ന് ചൂടാറിയ ശേഷം മാത്രം അരച്ചാൽ മതി. ഞാൻ എങ്ങനെ പറയുമെങ്കിലും ഞാനാണ് അത് ചെയ്യാത്ത ആളല്ലേ. അപ്പൊ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് ഒന്ന് ആവി പോയ ശേഷം ഒന്ന് അരച്ചു കേട്ടോ. അതുപോലെ ഈവനിങ് അടിച്ചു വരരുത്, വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു രാത്രിയാണ് അടിച്ചു വരാൻ പറ്റാത്തത്. അതായത് മഹരിബി ബാങ്ക് കൊടുത്ത ശേഷമായിരിക്കും മേ ബി അടിച്ചു വരാൻ പറ്റാത്തത് കേട്ടോ. നമ്മള് വീടും പരിസരവും എപ്പോഴും വൃത്തിയായി കിടക്കുന്നത് നല്ലതാണെന്ന് ഞാൻ കേട്ടേക്കുന്നത്. പക്ഷെ ഇപ്പം ഞങ്ങളുടെ പരിസരം ഭയങ്കര മോശമാണ്. കാടും പുല്ലൊക്കെ വളർന്നിട്ടേ ഞാന് തൊടി ഒന്നും ഇപ്പൊ പണ്ടത്തെ പോലെ ഞാൻ അടിച്ചു വരാൻ നിൽക്കാറില്ല. വയസ്സായില്ലേ എനിക്കും എന്നാണ് കേട്ടോ എനിക്കതിന് ആൻസർ പറയാനുള്ളത്. ഫ്രണ്ടിലും ബാക്കിലും ഒന്ന് അടിച്ചു വാരി ഇതാകുമ്പോ തന്നെ നമുക്ക് മതിയാവുന്നുണ്ട്. അടുത്ത വർഷം 35 വയസ്സായി. പഠിച്ചോനെ ഞാനും വയസ്സെത്തി ആയല്ലോ എന്നാണ് ഇപ്പൊ ഞാൻ ആലോചിക്കുന്നത്. അങ്ങനെ നമ്മൾ ഇഡലിക്കൊക്കെ എടുത്ത് അവർക്ക് കഴിക്കാനും കൊടുത്ത ശേഷം ഞാൻ പോയിട്ട് വാഷിങ്ങിനൊക്കെ ഇട്ടതൊന്നും എടുക്കാണ്. പിന്നെ ഇടാനുള്ളതും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചായ വെക്കാൻ നിന്നു. ഇതാണ് നമ്മുടെ താജ്മഹലിന്റെ പൊടി. 1/4 കിലോന്റെ പാക്കറ്റാണ് കേട്ടോ. ഇത് 200 രൂപയാണ് അതിന്. നമുക്ക് കുറച്ചൊക്കെ വരുള്ളൂ. നമ്മുടെ മറ്റു ചായപ്പൊടി ഇടണേക്കാളും കുറച്ച് കൂടുതൽ ഇടേണ്ടി വരും തോന്നുന്നു കേട്ടോ. എനിക്ക് മറ്റേത് യൂസ് ചെയ്യാത്തത് കൊണ്ടേ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് അറിയില്ല അതിനെക്കുറിച്ച്. അങ്ങനെ നമ്മുടെ ചായ റെഡിയായി. ഇനി ചായ എല്ലാം കുടിക്കണം. അതുപോലെ തന്നെ ഉമ്മാനോട് വർത്താനം പറഞ്ഞ് ചായ കുടിക്കണം. പക്ഷെ എന്തോ ഒരു പ്രോബ്ലം പറഞ്ഞാൽ ഞാൻ കാര്യമായിട്ട് പോയി ഇരുന്ന് സെറ്റായി ഒക്കെ ഒന്ന് വിളിക്കുമ്പോഴേക്കും ഉമ്മാനെ അപ്പൊ കിട്ടൂല കേട്ടോ. അതും
ഭയങ്കര ഒരു ഇതാണ്. അപ്പോൾ ചായ എല്ലാം കുടിച്ച ശേഷം ഞാൻ വേഗം പോയി ബാക്കിലൊക്കെ ഒന്ന് തുണികളെടുക്കാനും അടിച്ചു വാരാനും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വേഗം പോയി തുണികളൊക്കെ ഒന്ന് അടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ലാസ്റ്റ് ടൈം ഒരു ലഞ്ചിൽ റീലിട്ടപ്പം അതിലറിയാണ്ട് ഇന്ന് നോൺ വെജ് ഒന്നും ഇല്ല കേട്ടോ എന്ന് പറഞ്ഞില്ലേ. പക്ഷെ അതിൽ പെപ്പർ ചിക്കൻ്റെ ഒരു സീനി പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല. ആക്ച്വലി ഞാനത് ഡിന്നറിന് വേണ്ടി ഉണ്ടാക്കിയ സംഭവമാണ്, ലഞ്ചിനല്ല. അപ്പോൾ എന്നോട് അപ്പോൾ ചിക്കൻ നോൺ വെജ് അല്ലേ എന്ന് ചോദിച്ച് കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ, FBയിലും യൂട്യൂബിലും ഒക്കെ. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ ചിരിയും വന്നു, ഞാൻ ശ്രദ്ധിക്കുകയും ചെയ്തില്ലല്ലോ എന്നുള്ളൊരു ഇത് കേട്ടോ. അങ്ങനെ ബാക്കിലൊക്കെ ഒന്ന് അടിച്ച് വാരിയെടുത്ത ശേഷം ഞാൻ ദോശയ്ക്ക് ആട്ടാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ആട്ടിയെടുക്കണം കേട്ടോ. എന്തായാലും ഈ പറഞ്ഞ പോലെ ഫ്രൈഡേ ആയതുകൊണ്ട് എനിക്ക് അരി ഉഴുന്നൊക്കെ ആട്ടുന്ന ദിവസം കൂടി ആയിരുന്നു. സാറ്റർഡേ ഞാൻ മോർണിംഗ് ഇങ്ങോട്ട് പോവുകയും ചെയ്യും കേട്ടോ, നമ്മുടെ കഹാനിയിലോട്ട് പോവാറുണ്ട്. അപ്പോൾ നെക്സ്റ്റും പോകണമെന്ന് വിചാരിച്ചിട്ട് തന്നെ ആയിരുന്നു. ഇന്നത്തെ ലഞ്ചിൻ്റെ സ്പെഷ്യൽ എന്തൊക്കെയാണെന്നുള്ളതും കൂടെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇന്ന് ഒത്തിരി ഐറ്റംസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ എല്ലാം നാടൻ ഐറ്റംസ് ആയിരുന്നു കേട്ടോ. ഇന്ന് നമ്മളിവിടെ കൊള്ളെടുത്തിട്ടുണ്ട്, അതിലോട്ട് വലിയുള്ളിയും തക്കാളിയും അതുപോലെ നമ്മുടെ വെളുത്തുള്ളി, ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട ശേഷം കുറച്ച് കറിവേപ്പിലയും പിന്നെ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ട് വേവിക്കാൻ വേണ്ടി വെക്കാം കേട്ടോ. കൊള്ളു പറഞ്ഞാൽ മുതിരാന്നും കൂടെ അർത്ഥമുണ്ട് കേട്ടോ. ഇവിടെ ഈ ഒരു സൈഡിലാണ് ഇതിന് കൊള്ളു എന്ന് പറയാ. അതുപോലെ ഈ കറി ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് വറുത്തിട്ടും ഉണ്ടാക്കാം. ഞാൻ എന്തായാലും കുതിർത്തിയ ശേഷമാണ് ഉണ്ടാക്കണത്. അപ്പുറത്ത് ഞാൻ എഗ്ഗും വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു, ചോറും നമ്മുടെ കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ നമ്മുടെ കൊള്ള് ഇവിടെ വിസിൽ വന്നിട്ടുണ്ട്. ഒരു 3-4 വിസിൽ എന്തായാലും അടുപ്പിച്ചെടുക്കണം കേട്ടോ. പിന്നെ ആവി മൊത്തം പോയ ശേഷമാണ് നമ്മളിവിടെ ഓപ്പൺ ആക്കിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണത്. പിന്നെ മീൻകറിക്ക് ആവശ്യമുള്ള അത്രയും പുളി നമ്മൾ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ഒന്ന് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഇതാ ഞാൻ വേഗം അടച്ചു വെച്ചിട്ടൊന്ന് തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പുറത്ത് താളിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ കടുകും ജീരകവും കറിവേപ്പിലയും ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഇത് താളിച്ചെടുക്കുക. തിളച്ച ശേഷം നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കുക, ഇളക്കിയിട്ട് അടച്ചു വയ്ക്കുക. നല്ല ഒരു ഉഷാറുള്ളൊരു കൂട്ടാനാണ് കേട്ടോ. ഇതിലോട്ട് പപ്പടം ഉണ്ടെങ്കിൽ മാത്രം മതി കേട്ടോ ചോറുണ്ണാൻ, വേറൊന്നും വേണ്ട. പിന്നെ മുട്ടപ്പൊരിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എഗ്ഗ് പുഴുങ്ങിയതിലോട്ട് നമുക്ക് ആദ്യം ഒരു പൊടി ഉണ്ടാക്കിയിട്ടെടുക്കണം. ഇവിടെ മല്ലിയും അതുപോലെ ഫുൾ മല്ലി, പിന്നെ കുരുമുളക്, പരിപ്പ്, നമ്മുടെ വെളുത്തുള്ളി, കറിവേപ്പില, പട്ട, ഗ്രാമ്പു, ഏലക്ക വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ വറ്റൽമുളക്, ഏലക്ക സ്കിപ്പ് ചെയ്യണതാട്ടോ നല്ലത്. ഏലക്ക ഞാൻ ഇട്ടിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഊഹം. പിന്നെ നമ്മളിത് ക്രഷ് ചെയ്തിട്ടെടുക്കുക. പിന്നെ ഞാൻ എന്ത് ചെയ്തു, ചട്ടി ചൂടാക്കി എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എഗ്ഗ് വരഞ്ഞത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. ശരിക്കും ഇത് പൊളിച്ചിട്ട് ചെയ്യേണ്ട ഒരു സാധനമാണ് കേട്ടോ. അതായത് ഈ എഗ്ഗിനെ പൊളിച്ച് പാതിയാക്കിയിട്ടാണ് ഇത് ചെയ്യേണ്ടത്. പക്ഷെ എനിക്കത് ഉടഞ്ഞു പോകുമെന്ന് പേടിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. അങ്ങനെ ചെയ്യുന്നതായിരുന്നു ഒന്നുകൂടെ നൈസ് എന്ന് തോന്നുന്നു. അപ്പൊ ഒന്ന് ചുവന്ന ശേഷം നമുക്ക് ഇതിലോട്ട് വലിയുള്ളി കുത്തിയരിഞ്ഞതും പച്ചമുളക് കുത്തിയരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക. വീണ്ടും നന്നായിട്ടൊന്ന് ഇത് വഴണ്ട് വരട്ടെ, നമ്മുടെ എഗ്ഗിന്റെ ഒക്കെ ഒന്ന് നിറം മാറി വരട്ടെ. അടച്ചു വെച്ച ശേഷം നമുക്കിതാ ഇങ്ങനെ ആയിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഇതെല്ലാം അങ്ങ് കൊട്ടി കൊടുക്കുക. ഇതിന്റെ പകുതിയോളം മതിയിട്ട് ഓവർ മസാല ആക്കണ്ട. പിന്നെ ഉപ്പിട്ടപ്പോൾ എനിക്ക് തോന്നി ഇതിനൊരു മൊഞ്ചെന്തോ കുറഞ്ഞ പോലെ തോന്നിയിട്ട്, അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഇതിലോട്ട് ഇച്ചിരി കാശ്മീരി ചില്ലി പൗഡറും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്കിത് അടച്ചു വെക്കണം. മല്ലിയിലേക്ക് ഒന്ന് തൂവിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. നല്ലപോലെ ഒന്ന് മസാലയ്ക്ക് ഒന്ന് വെന്ത് വരട്ടെ. പക്ഷെ കാണാനുള്ള ലുക്ക് തന്നെ ഉള്ളൂ, കഴിക്കാൻ അത്രയ്ക്ക് അങ്ങോട്ട് പോരാ. ഞാനൊരു റീലിൽ കണ്ടിട്ട് ഉണ്ടാക്കി നോക്കിയതാണ്. ഓല് പറയുന്നുണ്ടായിരുന്നു ഇത് ഒരെണ്ണം കഴിച്ചോണ്ടേയിരിക്കുന്നുള്ളത്. പക്ഷെ ഒരെണ്ണം കഴിച്ചപ്പോ തന്നെ എനിക്ക് മതിയായിട്ടോ. ചില റെസിപ്പികൾ അങ്ങനെ തന്നെയല്ലേ, നമ്മൾ വിചാരിക്കണ പോലെ ഒന്നല്ല. കാണുമ്പോ നല്ല മൊഞ്ചു തോന്നുമ്പോ നമ്മൾ ഉണ്ടാക്കും. പിന്നെ ഞാൻ ഉണ്ടാക്കിയവിടെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്നുള്ളത് പഠിച്ചു തമ്പുരാനേ അറിയുള്ളൂ. അപ്പൊ ഇതാണ് അതിന്റെ ഫൈനൽ ലുക്ക്. ഈ മസാലയും കൂട്ടിയിട്ട് വേണം നമുക്കിത് കഴിക്കാൻ കേട്ടോ. അങ്ങനെ നമ്മുടെ
മുട്ടപ്പൊരി റെഡി, മുട്ടപ്പൊടിയോ അങ്ങനെ എന്തോ ആണ് പേര്. പിന്നെ ചോറൊക്കെ റെഡി ആയിട്ട് എടുത്തിട്ടുണ്ട്. ഞാൻ അപ്പോഴത്തേക്ക് എന്ത് ചെയ്തു, സാലഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇതാ നമ്മളിവിടെ എന്താ പറയുക, ഉരുളക്കിഴങ്ങൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം, പിന്നെ സാലഡ് ഉണ്ടാക്കിയെടുക്കാന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് ഞാൻ. ഇതാ കിഴങ്ങൊക്കെ കംപ്ലീറ്റ് തൊലി കളഞ്ഞെടുക്കുന്നുണ്ട്. ഇനിയും മസാല കൂട്ടിയിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ സ്ക്വയറിലാണ് ഞാൻ കട്ട് ചെയ്തെടുക്കല്. ഉരുളക്കിഴങ്ങ് കാണുമ്പോൾ എപ്പോഴും എനിക്ക് എൻ്റെ സ്കൂൾ ലൈഫ് തന്നെയാണ് ഓർമ്മ വരിക. എൻ്റെ ഫ്രണ്ട്സൊക്കെ ഒരു ഫ്രണ്ട് എപ്പോഴും അവളുടെ ചോറ്റുപാത്രത്തിൽ ഉണ്ടാകുന്ന ഒരു സംഭവമാണ് കേട്ടോ. അന്നൊന്നും ഉരുളക്കിഴങ്ങ് ഫ്രൈ എന്താണെന്ന് പോലും എനിക്ക് അറിയണ്ടായിരുന്നില്ല, അത് വേറെ കാര്യം കേട്ടോ. അങ്ങനെ നമ്മൾ ഫ്രൈക്ക് വേണ്ടിയിട്ടൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എന്ത് ചെയ്തു, ചോറ് ഇങ്ങനെ തിളപ്പിച്ച് ഊറ്റാൻ വേണ്ടി വെച്ചതിനെ ഒന്ന് ആക്കിയെടുത്തു. എണ്ണയിൽ നമുക്ക് ഇവിടെ പപ്പടം ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാന്ന് വിചാരിച്ചു. എന്നിട്ട് പിന്നെ ആ എണ്ണയിൽ തന്നെ കിഴങ്ങും കൂടെ കോരിയെടുത്തിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്തെടുത്തത് കേട്ടോ. ഒന്നുകൂടി എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്തത്. അങ്ങനെ പപ്പടമൊക്കെ വേഗം വേഗം ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് ചുവന്ന എടുക്കണ പപ്പടമാണ് എനിക്കിഷ്ടം. ഇവിടെയൊക്കെ വെള്ള പപ്പടം ഇഷ്ടം. എനിക്ക് ഈ ഒരു രീതിയിൽ എടുക്കണം കേട്ടോ പപ്പടം, അതാണ് എൻ്റെ ഒരു ഫേവറേറ്റ്. നിങ്ങളുടെ ഫേവറേറ്റ് എന്താണെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. അങ്ങനെ നമ്മളിവിടെ ഓൾമോസ്റ്റ് എല്ലാ പപ്പടവും പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് തന്നെ അങ്ങ് കിഴങ്ങൂട്ടിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. സാധാരണ ഞാൻ ഇങ്ങനെ കിഴങ്ങ് ഫ്രൈ ചെയ്ത് എടുക്കാറില്ല, ഷാലോ ഫ്രൈ ചെയ്തിട്ട് എടുക്കാറുള്ളത് കേട്ടോ. അപ്പൊ അതൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ സാലഡിന് വേണ്ടി കട്ട് ചെയ്തതിലോട്ട് തൈരും കാര്യങ്ങളൊക്കെ ഒന്ന് ചേർത്തി ഉപ്പൊക്കെ ചേർത്തി അത് നന്നായി മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. സാലഡ് ഇപ്പോൾ ഡെയിലി ഒരു പതിവായിട്ടോ നമ്മുടെ വീട്ടില് കുറെ ആയിട്ട്. പണ്ട് എപ്പോഴും ഉണ്ടാക്കിയിരുന്ന ഒരു കാര്യം കേട്ടോ സാലഡ്. അങ്ങനെ നമ്മുടെ ഇതും റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ ലഞ്ച് എങ്ങനെയാന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ ഇവിടെ ചോറ് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ഭാഗത്ത് സാലഡ് വെക്കുന്നുണ്ട്, പിന്നെ ഞാനിതാ കിഴങ്ങ് ഫ്രൈ ചെയ്തത്, പിന്നെ നമ്മുടെ കൊള്ളുപുളി, ഇതിന് കൊള്ളുപുളി എന്നാണ് കേട്ടോ ഈ ഭാഗത്ത് പറയുക. അതിനുശേഷം എഗ്ഗ് വെച്ച് കൊടുത്തിട്ടുണ്ട്, പിന്നെ പപ്പടം, നമ്മുടെ കണ്ണിമാങ്ങ അച്ചാറ്. മതിയല്ലോ, ഇനിയിപ്പോൾ എന്ത് വേണം കഴിക്കാൻ. ഇനി എല്ലാം കൂടെ കൂട്ടി കുഴച്ചൊരു പിടിത്തങ്ങ് പിടിച്ചു പോയി റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ വ്ലോഗ് അങ്ങ് കഴിഞ്ഞു. ഇനി ബാക്കിയൊക്കെ നാളെ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ. ഇഷ്ടമായി തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.